നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റർ എൽവിസ് നടത്തിയ വളരെ ആഴത്തിലുള്ളൊരു പ്രഭാഷണമാണ്. കൊലോസ്യർ 3-ാം അധ്യായം 25-ാം വാക്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ദൈവത്തിന്റെ നീതിയെക്കുറിച്ചുള്ളൊരു വിശകലനം. ഇത് തികച്ചും നിഷ്പക്ഷമായൊരു പഠനമാണ് കേട്ടോ. ദൈവത്തിന്റെ നീതി എന്താണെന്നും അത് നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെ നേരിട്ട് ബാധിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ ഈ വിശകലനം നമ്മളെ സഹായിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ വിശകലനത്തിന്റെ അടിസ്ഥാനം തന്നെ ഈയൊരു വാക്യമാണ്. കൊലോസ്യർ 3:25 വളരെ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്: അന്യായം ചെയ്യുന്നവന് താൻ ചെയ്ത അന്യായത്തിന് ഒത്തവണ്ണം കിട്ടും, മുഖപക്ഷമില്ല. നോക്കൂ, ദൈവം തികച്ചും നിഷ്പക്ഷനായൊരു ന്യായാധിപനാണെന്നതാണ് ഈ പ്രഭാഷണത്തിന്റെ ഏറ്റവും വലിയ കാതൽ. നമ്മൾ ആരായാലും എന്തൊക്കെ ചെയ്താലും ശരി, അതിനുള്ളത് എന്തായാലും കിട്ടിയിരിക്കും എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏകദേശം 45 മിനിറ്റോളം നീളുന്ന ഈ പ്രഭാഷണത്തെ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ 5 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ നിഷ്പക്ഷമായ നീതി, നമ്മളെ എന്തുകൊണ്ട് വിധിക്കാൻ പാടില്ല, നമ്മുടെ പാപങ്ങളോടുള്ള നമ്മുടെ അന്ധത, പാപസമ്മതവും കരുണയും, പിന്നെ അവസാനമായി ക്ഷമയും പ്രതിഫലവും. ഇത്രയുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ഭാഗം, ദൈവത്തിന്റെ നിഷ്പക്ഷമായ നീതി. യാതൊരുവിധ മുഖപക്ഷവുമില്ലാത്ത നീതി എന്ന തത്വമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇവിടെ പ്രഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നൊരു പദമുണ്ട്: പക്ഷപാതം. എല്ലാവരെയും നിയമത്തിനു മുന്നിൽ ഒരുപോലെ കാണുക എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. അതായത്, നിങ്ങളുടെ സമൂഹത്തിലെ സ്ഥാനമോ പണമോ മതമോ ഒന്നും അവിടെ ഒരു വിഷയമേ അല്ല. ദൈവത്തിന്റെ ഈ നീതി വിശ്വസിക്കുന്നവരായാലും അല്ലെങ്കിലും, ഇനി പണക്കാരായാലും പാവപ്പെട്ടവരായാലും എല്ലാവർക്കും ഒരുപോലെയാണ് ബാധകമാകുന്നത് എന്നാണ് പാസ്റ്റർ വ്യക്തമാക്കുന്നത്. ഇതൊന്ന് വ്യക്തമാക്കാൻ ചില രസകരമായ ബൈബിളി തെളിവുകൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെന്ന് കരുതി നിങ്ങളുടെ തെറ്റുകൾക്ക് ദൈവം മാപ്പു നൽകില്ല എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതുമാത്രമല്ല, പാവപ്പെട്ടവനായാലും പണക്കാരനായാലും നീതി നടപ്പാക്കുന്നതിൽ ഒരു വ്യത്യാസവുമില്ല. ഒരാൾ തന്റെ മതപരമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നതല്ല, മറിച്ച് തെറ്റ് ചെയ്താൽ ശിക്ഷയും നന്മ ചെയ്താൽ പ്രതിഫലവും അതെല്ലാവർക്കും ഒരുപോലെ ലഭിക്കും എന്നതാണ് ഇതിലെ പ്രധാന ആശയം. ഇനി രണ്ടാമത്തെ ഭാഗം, നമ്മൾ എന്തുകൊണ്ട് വിധിക്കാൻ പാടില്ല എന്നത്. ന്യായവിധി എന്നത് സ്രഷ്ടാവിന് മാത്രം വിട്ടുകൊടുക്കേണ്ട ഒന്നാണ് എന്നതാണ് ഇതിന്റെ ഉപശീർഷകം. ഇവിടെ നമ്മൾ പ്രധാനമായും 2 കാര്യങ്ങളെയാണ് താരതമ്യം ചെയ്യുന്നത് കേട്ടോ: ദൈവത്തിന്റെ ന്യായവിധിയും മനുഷ്യന്റെ ന്യായവിധിയും. ദൈവത്തിന്റെ ന്യായവിധി തികച്ചും നിഷ്പക്ഷവും നീതിപൂർവകവുമാണ്. അത് മനുഷ്യരെ തിരുത്താനും രക്ഷിക്കാനുമുള്ളതാണ്. എന്നാൽ മനുഷ്യരുടെ ന്യായവിധി അങ്ങനെയല്ല. അതെപ്പോഴും തെറ്റുകൾ നിറഞ്ഞതാണ്. അത് ചെയ്യാൻ നമുക്ക് വിലക്കുണ്ട്. മാത്രമല്ല, പലപ്പോഴും അത് വലിയ കാപട്യമായിരിക്കും. നമ്മൾ മനുഷ്യർ പലപ്പോഴും സ്രഷ്ടാവിന്റെ പങ്ക് ഏറ്റെടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഈ പ്രഭാഷണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ആശയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് യാക്കോബ് 4:12 വാക്കുകൾ: രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ള ഒരേയൊരു ന്യായാധിപനേ ഉള്ളൂ. മറ്റൊരാളെ ശപിക്കാനോ വിധിക്കാനോ നമുക്ക് യാതൊരു അധികാരവുമില്ല എന്നത് വളരെ വ്യക്തമാക്കുന്നു. ആ അധികാരം പൂർണ്ണമായും ദൈവത്തിൽ മാത്രമുള്ളതാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിധിച്ച് ശിക്ഷിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ പരിധി ലംഘിക്കുന്നതിന് തുല്യമാണ്, അല്ലേ? ഇവിടെ പാസ്റ്റർ വളരെ മനോഹരമായൊരു രൂപകം ഉപയോഗിക്കുന്നുണ്ട്. ഒരു കുതിരയെ ശരിയായ വഴിയിലൂടെ നടത്താൻ ഉപയോഗിക്കുന്ന കടിഞ്ഞാളിന്റെയും ചാട്ടയുടെയും ഉദാഹരണം. ഒരു കുതിരയെ നിയന്ത്രിക്കാൻ ഇത് രണ്ടും അത്യാവശ്യമാണല്ലോ. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ശിക്ഷണവും. അതൊരു പകരം വീട്ടലല്ല, മറിച്ച് നമ്മെ സ്നേഹത്തോടെ ശരിയായ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള വളരെ ആവശ്യമായൊരു തിരുത്തലാണ്. ഇനി മൂന്നാമത്തെ ഭാഗം, നമ്മുടെ പാവങ്ങളോടുള്ള നമ്മുടെ അന്ധത. സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കുന്ന മനുഷ്യന്റെ മനഃശാസ്ത്രമാണ് ഇവിടെ വിഷയം. ഇതൊരു വലിയ ചോദ്യമാണ്, അല്ലേ? മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നമ്മൾ പെട്ടെന്ന് കണ്ടെത്തും. പക്ഷെ എന്തുകൊണ്ടാണ് എപ്പോഴും സ്വന്തം തെറ്റുകളെ നമ്മളിങ്ങനെ ന്യായീകരിക്കുന്നത്? ഈ വിശകലനത്തിലെ തന്നെ ഏറ്റവും ചിന്തിപ്പിക്കുന്നൊരു ഭാഗമാണിത്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്കൊരിക്കലും തെറ്റുകളായി തോന്നാറില്ല എന്ന വലിയൊരു വിരോധാഭാസത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മനുഷ്യന്റെ ഈ സ്വഭാവം എത്രത്തോളം വിചിത്രമാണെന്ന് നോക്കൂ. സ്വന്തം മാതാപിതാക്കളെ കൊള്ളയടിച്ചിട്ട് അതിലൊരു തെറ്റുമില്ലെന്ന് പറയുന്നവരുണ്ട്. വലിയ തെറ്റുകൾ ചെയ്തിട്ട് യാതൊരു കുറ്റബോധവുമില്ലാതെ വളരെ നിസ്സാരമായി ജീവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന് വഴിപാടായി കേടുപാടുള്ള മൃഗങ്ങളെ അർപ്പിച്ചിട്ട് അതിലെന്താണ് തെറ്റെന്ന് ചോദിക്കുന്നവരെക്കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ട്. മനുഷ്യർ തങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ ഏതറ്റം വരെയും പോകും എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണിത്. ശരിക്കും അത്ഭുതം തോന്നുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഇതിനൊരു പരിഹാരമില്ലേ എന്നാവും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. തീർച്ചയായുമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണിതിനുള്ള ഏക പരിഹാരം എന്ന് പാസ്റ്റർ വിശദീകരിക്കുന്നു. മനുഷ്യർ സ്വന്തം തെറ്റുകൾ കാണാൻ കഴിയാത്തത്ര അന്ധരായതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ പാപം എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് തന്നെ ആവശ്യമാണ്. നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്നത് ഈ ദൈവിക ഇടപെടൽ മാത്രമാണ്. ഇനി നാലാമത്തെ ഭാഗം,
പാപസമ്മതവും ദൈവിക കരുണയും. പാപമോചനത്തിലേക്കുള്ള വഴിയാണ് നാം ഇനി നോക്കുന്നത്. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടാൽ, അതായത് നമ്മുടെ തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, പിന്നെ എന്തു ചെയ്യണം? സദൃശവാക്യങ്ങളിൽ നിന്നുള്ള വളരെ കൃത്യമായ 4 പടികളാണ് ഇതിനായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി, നിങ്ങളുടെ ഉള്ളിൽ വെച്ച് ആ തെറ്റ് തിരിച്ചറിയുക. രണ്ടാമതായി, അത് തുറന്ന് സമ്മതിക്കുക. 3, ആ തെറ്റായ പ്രവൃത്തി പൂർണ്ണമായും ഉപേക്ഷിക്കുക. അവസാനം, ദൈവത്തിന്റെ കരുണ സ്വീകരിക്കുക. പാപങ്ങളെ മറച്ചുവെക്കുന്നതിനു പകരം കരുണ കണ്ടെത്തുന്നതിനുള്ള വളരെ വ്യക്തമായ ഒരു പ്രായോഗിക ഘടനയാണിത്. എന്നാൽ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അറിവില്ലായ്മ എന്നത് ഒരിക്കലും ഒരു ഒഴിവ് കഴിവല്ല കേട്ടോ. അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്ക് പോലും ചില ശിക്ഷകൾ ലഭിക്കുമെന്ന് ലൂക്കോസ് 12:48 ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ നിയമങ്ങൾ എത്രത്തോളം കർശനവും വിട്ടുവീഴ്ചയില്ലാത്തതുമാണ് എന്ന് ഇത് വളരെ വ്യക്തമായി നമ്മെ മനസ്സിലാക്കി തരുന്നു. അതെ, തെറ്റ് തന്നെയാണ്, അത് അറിയാതെ ചെയ്താലും. നമ്മുടെ അവസാനത്തെ ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 5ാമത്തെ ഭാഗം, ക്ഷമയും അവസാനത്തെ പ്രതിഫലവും. പ്രത്യാശയോടെ എങ്ങനെ സഹിച്ചു നിൽക്കാം എന്നതാണ് ഇതിന്റെ ഉപശീർഷകം. ഇനി പറയാൻ പോകുന്ന ആശയം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം. നിങ്ങൾക്ക് നേരെ അനീതികളുണ്ടാകുമ്പോൾ ലൗകികമായ കോടതികളെ പരമാവധി ഒഴിവാക്കാനും ക്ഷമയോടെ നേരിടാനുമാണ് ഈ പ്രഭാഷണം വളരെ ശക്തമായി നിർദ്ദേശിക്കുന്നത്. കാരണം പൂർണ്ണമായ നീതി നടപ്പിലാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതിനാൽ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നതാണ് ഇതിന്റെ കാതൽ. ഇതിനൊരു ഉത്തമ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ബൈബിളിലെ ഇയ്യോബിന്റെ ജീവിതമാണ്. ഇയ്യോബിന് നേരിടേണ്ടി വന്നതുപോലുള്ള വലിയ അനീതികൾ മറ്റാർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാകില്ല. എന്നാൽ ആ കൊടിയ അനീതികൾക്കിടയിലും യാതൊരു പരാതിയുമില്ലാതെ ക്ഷമയോടെ കാത്തിരുന്നതിന്റെ ഫലമായി ഇയ്യോബിന് ദൈവം നൽകിയ വലിയ പ്രതിഫലത്തെക്കുറിച്ച് യാക്കോബ് 5:11 പറയുന്നുണ്ട്. നമ്മൾ അനീതികൾ നേരിടുമ്പോൾ നോക്കിക്കാണേണ്ട ഏറ്റവും മികച്ചൊരു മാതൃകയാണിത്. ചുരുക്കത്തിൽ, ഈ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ഈ ലോകത്തിൽ എത്രത്തോളം അനീതികൾ നേരിടേണ്ടി വന്നാലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ സേവനം ചെയ്യുക. കാരണം അതിനുള്ള ഏറ്റവും വലിയ പ്രതിഫലം അല്ലെങ്കിൽ അവകാശം മനുഷ്യരിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നീതിമാനായ ദൈവം ആർക്കും പ്രതിഫലം നൽകാതിരിക്കില്ല എന്ന് ഇത് ഉറപ്പു നൽകുന്നു. അപ്പോൾ നാം ഈ വിശകലനത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകൾക്കായി ഒരു വലിയ ചോദ്യം ഞാൻ ബാക്കി വെക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ നീതി പൂർണ്ണമായും ആ നിഷ്പക്ഷനായ ഏറ്റവും വലിയ ന്യായാധിപന്റെ കൈകളിൽ വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? സ്വയം വിധിക്കുന്നതിനു പകരം, പ്രതികാരം ചെയ്യുന്നതിനു പകരം എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാൻ കഴിയുമോ? ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ വിശകലനം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പുതിയൊരു ഉൾക്കാഴ്ച ലഭിച്ചുവെന്ന് കരുതുന്നു. സമയം ചെലവഴിച്ചതിന് നന്ദി.